ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ന്യൂ സെഷൻ CUET UG 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മെന്റൽ എബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി ഓൾട്ടർനേറ്റീവ് വിച്ച് മോസ്റ്റ് ക്ലോസ്ലി റിസംബിൾസ് ദ മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ കോമ്പിനേഷൻ. താഴെ തന്നിരിക്കുന്ന ആ ഒരു മാർക്കർ എന്നുള്ള ആ ഒരു വേർഡ്, അതിന്റെ മിറർ ഇമേജ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ആണ് തീർച്ചയായിട്ടും ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കുക. ഇവിടെ ഓക്കെ, ആർ ഓക്കെ ആണ്. എന്ത് ചെയ്തിട്ടില്ല, അവിടെ ജസ്റ്റ് തിരിഞ്ഞു വരണം അല്ലെ, ഈ രീതിയിൽ വരണം. പക്ഷെ അവിടെ നോർമൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആ രീതിയിൽ ഓപ്ഷൻ 1 എന്താണ്, തെറ്റാണ്. എം ഇവിടെ അപ്സൈഡ് ഡൗൺ ആയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ആ രീതിയിൽ ഈ ഓപ്ഷൻ നമുക്ക് അപ്പൊ തന്നെ വെട്ടിക്കളയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെയും എം അപ്സൈഡ് ഡൗൺ ആയിട്ടുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, MARKER. വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ഓപ്ഷൻ 3 എന്ത് ചെയ്യുന്നുണ്ട്, ആൻസർ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Hockey coach is trying to put together a team of 4 players for the forthcoming tournament. അപ്പോൾ വരാനിരിക്കുന്ന ടൂർണമെന്റിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു ഹോക്കി കോച്ച് ഒരു ടീം ഓഫ് 4 പ്ലേയേഴ്സിനെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഫോർ ദിസ് 7 players ആർ അവൈലബിൾ. അപ്പൊ 7 ആളുകൾ ഉണ്ട്, അതിൽ നിന്നാണ് 4 പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ടുള്ളത്. മെയിൽസ് ആരൊക്കെയാണ്, PQR. അതുപോലെ തന്നെ ഫീമെയില് STUZ. ഇങ്ങനെ 7 പ്ലേയേഴ്സ് ആണുള്ളത്. All players have equal capability and at least 2 males will be there in the team. അപ്പൊ അത് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ടീം സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും 2 മെയിൽസ് ടീമിൽ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫോർ എ ടീം ഓഫ് 4 all players must be able to play with each other. ഓക്കെ, എങ്ങനെ ടീം എടുത്താലും കുഴപ്പമില്ല, എക്സെപ്റ്റ് 2-3 ഓപ്ഷൻസ് പറയുന്നുണ്ട്. ഇന്നാൾ കളിക്കും, ഇന്നാൾ കളിക്കാൻ പാടില്ല. ഓക്കെ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ. ഓക്കെ, ബട്ട് Q cannot play with S and R. ഓക്കെ, എസും ആറും പ്ലേ ചെയ്യുന്ന സമയത്ത് Q എന്ത് ചെയ്യാൻ പാടില്ല, കളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ Q കളിക്കുന്ന സമയത്ത് എസും ആറും എന്ത് ചെയ്യാൻ പറ്റില്ല, കളിക്കാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Q cannot play with S. Qക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എസിന്റെ കൂടെ കളിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് Q ടീമിൽ ഉണ്ടെങ്കിൽ ആര് ടീമിൽ പറ്റില്ല, S ടീമിൽ പറ്റില്ല. S ടീമിൽ ഉണ്ടെങ്കിൽ Q ടീമിൽ പറ്റൂല. നെക്സ്റ്റ്, R cannot play with Z and S. ഓക്കെ, ആറിന് ആരൊക്കെ പറ്റൂല, ഇസറ്റും പറ്റൂല, എസും പറ്റൂല. ഈ 2 ക്രൈറ്റീരിയസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇഫ് യു ഈസ് സെലക്ടഡ്, ഓക്കെ, യുവിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Q എന്ത് ചെയ്യുന്നുണ്ട്, റിജക്ട് ചെയ്യുന്നുണ്ട്. Q റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഉണ്ടാവും, പിയും ആറും എന്തായാലും ഉണ്ടാവുമല്ലോ. കാരണം ആകെ 3 മെയിൽസേ ഉള്ളൂ, അതിൽ Q ഇല്ല. എന്തായാലും അറ്റ്ലീസ്റ്റ് 2 മെയിൽസ് ടീമിൽ വേണം, നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ പിയും ആറും എന്തായിരിക്കും, ടീമിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ 3 ആളായില്ലേ, Qനെ സെലക്ട് ചെയ്തു, പിയും ആറും ഓൾറെഡി നമുക്ക് ലോജിക്കലായിട്ട് ഇവിടുന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ then ടീം വിൽ കൺസിസ്റ്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ്. ഓക്കെ, UPR ഇവര് 3 പേരാണ്. ഇനി 4ാമത് ആരാണുള്ളത് നോക്കാം. ഓക്കെ, നമുക്ക് S വരാൻ വേണ്ടി പറ്റുമോ, S വരാൻ വേണ്ടി പറ്റില്ല. കാരണം R ഉണ്ട് ടീമിൽ ഓൾറെഡി. R നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് S നെ ഒഴിവാക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടീനെ കൊണ്ടുവരാൻ പറ്റുമോ, T നമുക്ക് ഒരു ഓപ്ഷൻ ആണ്, T അവിടെ വെക്കാം. നെക്സ്റ്റ് U നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇസറ്റിനെ കൊണ്ടുവരാൻ പറ്റുമോ, പറ്റില്ല. കാരണം R ഉണ്ട്, R ഉണ്ടാവുമ്പോൾ ഇസറ്റിനെ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ T ആണ് അടുത്തൊരാളായിട്ട് ഉണ്ടാവുക. PRTU ഓപ്ഷൻ 2 അല്ലേ നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് February 1 2004 ഈസ് വെനസ്ഡേ, അങ്ങനെയാണെങ്കിൽ then which day was March 3 2004? ഏത് ദിവസമായിരിക്കും? അപ്പൊ നമുക്കറിയാം ഫെബ്രുവരി 2 2004 ആണ്. ഫെബ്രുവരി അതൊരു ലീപ്പ് ഇയർ ആണ്, അതുകൊണ്ട് തന്നെ 29 ദിവസങ്ങൾ ഉണ്ടാവും. അപ്പൊ 1ാമത്തെ ദിവസം പോയി. അപ്പൊ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമുക്കറിയാം ഫെബ്രുവരിയിൽ ആ ഒരു മാസത്തിൽ 29 ഡേ ഉണ്ടാവും. ഫസ്റ്റത്തെ ഡേ വെനസ്ഡേ ആണെന്നുണ്ടെങ്കിൽ 8ാമത്തെ ഡേയും വെനസ്ഡേ ആയിരിക്കും അല്ലെ. 8ാമത്തെ ഡേ വെനസ്ഡേ ആയിരിക്കും, 15ാമത്തെ ഡേ വെനസ്ഡേ ആയിരിക്കും, 22ാമത്തെ ഡേ വെനസ്ഡേ ആയിരിക്കും, 29ാമത്തെ ഡേ വെനസ്ഡേ ആയിരിക്കും. ഇനി അവിടെ ബാക്കിയുള്ളത്, അല്ലെങ്കിൽ 29 ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ആ ഫെബ്രുവരി മാസം തീർന്നു. ഇപ്പൊ 29 വെനസ്ഡേ. അങ്ങനെയാണെങ്കിൽ പിന്നെ മാർച്ച് തുടങ്ങാണ്. അപ്പൊ മാർച്ചിൽ ജസ്റ്റ് എണ്ണ, മാർച്ച് 1 എന്ന് പറയുന്നത് തേഴ്സ്ഡേ, നെക്സ്റ്റ് ഫ്രൈഡേ, നെക്സ്റ്റ് സാറ്റർഡേ ആയിരിക്കും മാർച്ച് 3 എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if some words are coded from artificial language like PONODAKB means live rightly, DAKB RNATO means live profitably, next HTBL DAKB means just live. അങ്ങനെയാണെങ്കിൽ which code would mean live urgently? ഇപ്പൊ 3ലും കോമൺ ആയിട്ടുള്ള ഏതാണ്, DAKB ആണ്. അപ്പൊ DAKB ഉള്ള ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക.
DAKB നോക്കുന്ന സമയത്ത് ഓപ്ഷൻ 2 മാത്രമേ എന്തുള്ളൂ DAKB വരുന്നുള്ളൂ. ഓക്കെ ആണല്ലോ. ഇനിയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെയും ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഡസ് ബ്രൗൺ റെപ്രസെന്റ് ഇൻ കോഡ് ലാംഗ്വേജ്. അപ്പൊ ബ്രൗൺ എന്നുള്ളത് എന്താണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഡാറ്റ സഫിഷ്യൻസി ക്വസ്റ്റ്യൻ ആണ്. അതായത് തന്നിരിക്കുന്ന ഏതൊക്കെ ഡാറ്റാസ് വെച്ചിട്ട് നിങ്ങൾക്ക് ബ്രൗണിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ബ്രൗൺ റെപ്രസെന്റ് ഇൻ ദാറ്റ് കോഡ് ലാംഗ്വേജ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, HIWKATSE മീൻസ് ബ്രൗൺ ആൻഡ് ഗ്രേ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ട് ഇതിൽ ബ്രൗണിന്റെ കോഡ് ഏതെന്നുള്ള നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ട് നമുക്ക് പറ്റൂല. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം, MATADA യു ആർ ഗ്രീൻ. അതില് ബ്രൗൺ വരുന്ന പോലുമില്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് സി നോക്കാം, KADARAC മീൻസ് യു ക്യാൻ ബ്രൗൺ. അതിൽ നിന്ന് അത് മാത്രം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസിൽ നോക്കാം. ഓപ്ഷൻ എന്തൊക്കെ പറയുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഓൺലി എ ആൻഡ് സി. അപ്പൊ എയും സിയും കൂടി നോക്കാം. എയും അതുപോലെ തന്നെ സിയും. ഓക്കെ, ബ്രൗണും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ KA രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ 1ഉം അതുപോലെ തന്നെ ഒന്നാമത്തവും മൂന്നാമത്തവും എയും സിയും കൂടി കോമൺ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട്. ആ രീതിയിൽ ഓപ്ഷൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഓൾട്ടർനേറ്റീവ് വിച്ച് കണ്ടെയ്ൻസ് ഫിഗർ എ ആസ് ഇറ്റ്സ് പാർട്സ്. അതായത് എംബഡഡ് ഫിഗർ ആണ് ചോദിക്കുന്നത്. ഈ ഒരു ഫിഗർ കണ്ടല്ലോ, ഈ ഒരു ഫിഗർ. ഓക്കെ, ഈ ഒരു ഫിഗർ ഇതേ രീതിയിൽ ഇതിൽ ഏതിലോ ഒന്നിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് പണ്ടൊക്കെ മറ്റേ ബാലരമയിലൊക്കെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ഒളിഞ്ഞിരിക്കുന്നതിന് കണ്ടെത്തുക, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക, അങ്ങനത്തെ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതിലാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഏതാണ്? ഈ ഒരു ഓപ്ഷൻ ആണല്ലോ. ജസ്റ്റ് നോക്കാം, ഈ ഒരു രീതിയിൽ വന്നു. താഴെയുള്ള ഒരു ബോക്സും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ആ ഒരു ലൈനും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതിലൊന്നും താഴെയുള്ള ഒരു ബോക്സ് വൃത്തിക്ക് വരുന്നില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം കാർസ് ആർ ബ്ലാക്ക്. നോക്കാം, സം കാർസ് ആർ ബ്ലാക്ക്. സം കാർസ് ആർ ബ്ലാക്ക്. നെക്സ്റ്റ്, സം ലയൺസ് ആർ കാർസ്. സം ലയൺസ് ആർ കാർസ്. ഇവിടെ ലയണിന് ബ്ലാക്കുമായിട്ട് മേ ബി കോമ്പിനേഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, നമുക്കറിയില്ല. രണ്ട് കേസസ് അവിടെ പോസിബിൾ ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഈ രീതിയിൽ തന്നെ നിർത്താം. ജസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. സം ബ്ലാക്സ് ആർ ലയൺ. ഓക്കെ, സം ബ്ലാക്സ് ലയൺ ആണോ? ഒരിക്കലും അല്ല. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. നമുക്കറിയില്ല, മേ ബി ആവാം, പക്ഷെ നമുക്കറിയില്ല. ഓക്കെ, നെക്സ്റ്റ്, നോ ബ്ലാക്ക് ഈസ് ലയൺ. ഓക്കെ, മേ ബി ബ്ലാക്ക് ലയൺ ആയിക്കൂടെ, അതൊരു പോസിബിലിറ്റി ഉണ്ട്, നമുക്കറിയില്ല. ഓക്കെ, തീർച്ചയായിട്ടും പറ്റൂല എന്നൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തീർച്ചയായിട്ടും ഫോളോ ചെയ്യും, പക്ഷെ ഏതാണ് ഫോളോ ചെയ്യുന്നത് നമുക്കറിയില്ല. ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ 3 കൊടുത്തൂടെ. ഐദർ 1 or 2. ഒന്നിക്കെ സം ബ്ലാക്സ് ആർ ലയൺ ആയിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം, നോ ബ്ലാക്ക് ഈസ് ലയൺ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ആയിരിക്കാം. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുനിത റോഡ് ഹെർ സ്കൂട്ടി നോർത്ത് വേർഡ്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് സുനിത നോർത്ത് വേർഡിലോട്ട് ട്രാവൽ ചെയ്യാണ്. ഓക്കെ, ദെൻ ഷീ ടേൺഡ് ലെഫ്റ്റ്. ഓക്കെ, ലെഫ്റ്റിലോട്ട് ട്രാവൽ ചെയ്തു. ദെൻ അഗെയിൻ റോഡ് ടു ഹെർ ലെഫ്റ്റ് 4 kilometer. ഓക്കെ, വീണ്ടും ലെഫ്റ്റിലോട്ട് ഒരു 4 kilometer ട്രാവൽ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഷീ ഫൗണ്ട് ഹെർസെൽഫ് എക്സാക്ട്ലി 2 kilometer വെസ്റ്റ് യുവർ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എക്സാക്ട്ലി 2 kilometer വെസ്റ്റിലാണ് ഇപ്പൊ അവർ നിൽക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി ഇവിടെയാണ് എത്തി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് എക്സാക്ട്ലി വെസ്റ്റ് ആവും, ഒരിക്കലാവില്ല. ഇത് നോർത്ത് വെസ്റ്റ് ആവുമായിരുന്നു. അപ്പൊ എക്സാക്ട്ലി വെസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ അവർ എന്ത് ചെയ്യണം, പെൻഡ് ചെയ്ത് വന്ന് നിൽക്കണം. ആ രീതിയിലാണ് അവിടെ മീൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ ചോദിക്കുന്നത് ഹൗ ഫാർ ഡിഡ് ഷീ റൈഡ് നോർത്ത് വാർഡ്സ് ഇനീഷ്യലി. അപ്പൊ ഈ രണ്ട് ലെങ്ത്തും ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാണോ ലെങ്ത്, ആ ലെങ്ത് തന്നെ ആയിരിക്കില്ല ഇവിടെയും. അപ്പോ നോർത്ത് വേർഡിലേക്ക് ഫസ്റ്റ് അവർ ട്രാവൽ ചെയ്ത ലെങ്ത് എത്രയായിരിക്കും, 4 തന്നെ ആയിരിക്കും. എന്നാൽ മാത്രമേ എക്സാക്ട് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ വന്ന് നിൽക്കാൻ വേണ്ടി കഴിയുള്ളൂ. ആ സെയിം ലെങ്ത് അല്ലെ, ആ ഒരു ലെങ്ത് എന്തായാലും സെയിം ആയാൽ മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് എ ഫിഗർ ഫ്രം ദ given 4 alternatives which when placed in the blank space of problem figure would complete the pattern. അപ്പൊ കംപ്ലീറ്റ് ചെയ്യാനാണ്, ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഇവിടെയാണ് ആ ഒരു ഫിഗർ വരേണ്ടത്. അപ്പൊ ആ ഒരു ഫിഗർ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു രീതിയിലുള്ള ക്രോസ് ആണ് നമുക്ക് അതിന് വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ എന്തായാലും ഈ ഒരു ക്രോസ് വരുന്നുണ്ടാവും. ഇനി നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും അല്ലെ. അപ്പൊ ഈ ഒരു ഹാഫിന്റെ താഴത്തോട്ടാണ് ആ ഒരു ട്രയാങ്കിൾ, ഇങ്ങോട്ടേക്കാണ് ഈ ഒരു രീതിയിൽ ഞാൻ ഇപ്പൊ വരച്ച രീതിയിലാണ് വരിക. ആ രീതിയിലാണ് ഇത് ഇങ്ങോട്ടേക്കാണ് വരുന്നത്, ഈ രീതിയിലല്ല. ഇത് മുകളിലോട്ടാണ്, അതുമല്ല. ഇവിടെ ആ ഒരു രണ്ട് ട്രയാങ്കിൾ ഇല്ല തന്നെ. ആ രീതിയിൽ നോക്കുമ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നോൺ വെർബൽ റീസണിംഗ് ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫിഗർ ഔട്ട്
from amongst the four alternatives as to how the pattern would appear when the transparent sheet is folded at the dotted line. ആ ഒരു dotted ലൈനിലൂടെ ഇതാണ് dotted line, ഇതാണ് transparent sheet, അതിന്റെ dotted line ഇതാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് മടക്കാണ്. അപ്പൊ നമുക്ക് ഏത് ഫിഗറാ കിട്ടുക? എന്താ ഡൗട്ട്? ഒന്നിക്ക് ഓപ്ഷൻ എ ആയിരിക്കും, ഓപ്ഷൻ സി ആയിരിക്കാം. ഇവിടെ നോക്കാം എത്ര ലൈൻ ഉണ്ട്? 1 2 3 ലൈൻ ആണ്. ഇവിടെ 3 ലൈൻ ആണ്. ഓക്കെ ആണ്, ഇത് കറക്റ്റ് ആയിരിക്കും ആൻസർ. പക്ഷെ ഇവിടെ 1 2 3 4 ലൈൻ ഉണ്ട്. ആ രീതിയിൽ കൺഫ്യൂസ്ഡ് ആയി പോവാതിരിക്കുക. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നത്. ബാക്കി സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.